ഞാനത് 2 പ്രാവശ്യമാണ് പറഞ്ഞു പെണ്ണുങ്ങളോട്. ഇപ്പം നോക്കുമ്പോൾ ഞാൻ സുബൈ നിസ്കരിച്ച് ചെല്ലുമ്പോഴേക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയതും ചായ. ഈ ഇടക്ക് നോക്കുമ്പോൾ കോഴിമുട്ട കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അന്ന് 2 കാടമുട്ട. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങളും നല്ല വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. രാവിലെ തന്നെ നമുക്കൊരു കട്ടൻ ചായ കിട്ടുമ്പോൾ പെണ്ണുങ്ങളോട് ഇങ്ങനൊരു ചായ ഉണ്ടാക്കിയതായിരുന്നു, ഇങ്ങനെയാ ചായ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ട് അതിനൊരു കുറ്റം പറയാൻ വേണ്ടി നിന്നാൽ അതാർക്കും നല്ല സ്വഭാവമല്ല. ഏത് സംഗതിക്കും ആക്ഷേപം പറയാൻ നിൽക്കരുത്. ആക്ഷേപം പറയാനല്ല നല്ലത്. എപ്പോഴും എന്ത് പറയണം? നല്ലത് പറഞ്ഞിട്ട് നന്നാക്കിയെടുക്കണം. എൻ്റെ മോനെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉസ്താദ്, മോളെ. അപ്പം നോക്കുമ്പോൾ ആ കുട്ടിനെ കൊണ്ട് ഞാൻ ഫാത്തിഹ ഓദിച്ച് നോക്കുമ്പോൾ യഹ്ദിന സിറാത്ത, യഹ്ദിന സിറാത്ത, ഹംസ് ഹാ സ്വാദ് ത്വാ, ഇതിന് ശരിയായി കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. ഞാനിപ്പോൾ കുട്ടിനെ കൊണ്ട് ഓദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഉസ്താദിനെ വിളിച്ചു. ഹലോ, ഓ ഹക്കീമിൻ്റെ ഉസ്താദല്ലേ? അതെ, ഞാൻ നിങ്ങളെ വിളിച്ചതൊരു സന്തോഷം പറയാൻ. എന്ത് ഉസ്താദെ? നമ്മളെ മോനെ കൊണ്ട് ഞാൻ ഓദിച്ചു നോക്കുമ്പോൾ അവൻ്റെ ഓത്ത് നല്ല ഉഷാറുണ്ട്, അൽഹംദുലില്ലാ, എനിക്ക് തൃപ്തിയായിപ്പോയി. നിങ്ങൾ ഓനെ നല്ലോണം ശ്രദ്ധിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ്റെ ഓത്ത് ഇത്ര ഉഷാറ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഫോണ് വെച്ച്. അപ്പോൾ മൂപ്പർക്കും തന്നെ നല്ലൊരു റായത്തായോ ആയില്ലേ? ആയി, അൽഹംദുലില്ലാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൂപ്പരെ വിളിച്ചു. ഹലോ, ഹക്കീമിൻ്റെ ഉസ്താദല്ലേ? പിന്നെ ഞാൻ ഓനെ കൊണ്ട് ഓദിച്ചു നോക്കുമ്പോൾ ഓത്തെല്ലാം നല്ല ഉഷാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താ? യഹ്ദിന സിറാത്ത, അവിടെ എനിക്ക് ത്വാവും സ്വാദും എല്ലാം കൂടി ഇങ്ങോട്ട് ശരിയാകുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ അത് റാഹത്താവും. ഇപ്പം അയാൾക്ക് റാഹത്തായോ അല്ലേ? എൻ്റെ മോൻ്റെ ഓത്ത് എത്ര നന്നായി എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ? അതേ സമയത്ത് നമ്മൾ ഫോൺ ചെയ്തു. ഹലോ, ഉസ്താദല്ലേ? ഇവിടെ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദ്. എന്താ നിങ്ങൾക്ക് അവിടെ പണി? ഞാൻ ഈ കുട്ടിനെ കൊണ്ട് ഓദിച്ച് നോക്കുമ്പോൾ ഓൻ്റെ ഓത്തിൻ്റെ കോല അത് വെറുതെ ശമ്പളം വാങ്ങിയിട്ട് കുറേ ആളിങ്ങനെ നിൽക്കാന്നല്ല. എന്തെന്നാ നിങ്ങൾക്കത് കുട്ടികളൊന്ന് ശ്രദ്ധിച്ചൂടെ? ഒരിക്കലും അയാൾ എൻ്റെ മോനെ ശ്രദ്ധിക്കൂല. ഉറപ്പാണോ അല്ലേ? നമ്മളാണെങ്കിൽ ശ്രദ്ധിക്കും. കുറ്റം പറഞ്ഞിട്ട് ആരെയും കീഴ്പ്പെടുത്താൻ നോക്കണ്ട. നല്ലത് പറയാം, സന്തോഷം പറയാം, ചെയ്തതിൻ്റെ ഗുണം പറയാം, എന്നിട്ട് നന്നാക്കാൻ വേണ്ടി നോക്കുക. അതാണ് ദീന്. റസൂലുള്ളാഹി തങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് അത് പഠിച്ചിരിക്കുന്ന ആൾക്കാർ കണ്ട നിങ്ങൾ ചെറിയ 100 പവൻ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരു പണത്തൂക്കം സ്വർണ്ണമായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു കസീറുൻ ത്വയ്യിബുൻ. ഓ, ഇത് അൽഹംദുലില്ലാ, ഇതെന്നെ ധാരാളമാണ്, ഇത് പൊരുത്തപ്പെട്ട മുതലല്ലേ, ഇത് നല്ല തിളക്കമുണ്ടല്ലോ, ഉള്ളത് ഒറിജിനൽ സ്വർണ്ണാണല്ലോ എന്നൊക്കെയാണ് പറഞ്ഞിട്ട്, ഉള്ളത് 916 ആണല്ലോ. ഒരു നല്ല റാഹത്ത് പറഞ്ഞു അല്ലാഹ്. അപ്പം മൂപ്പര് പറയാണ്, ഫാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വീണ്ടും ചെന്ന് പറഞ്ഞു, മാ റഅയ്തു ഖൗമൻ ഖത്തു അക്രമ മിൻഹും. നബിയെ, തങ്ങൾ എന്നെ പറഞ്ഞയച്ച വീട്ടുകാർ വല്ലാത്ത സന്തോഷമുള്ള വീട്ടുകാരാണ്, വല്ലാത്ത മഹബത്തുള്ള വീട്ടുകാരാണ്. അവർക്ക് ഞാൻ ഒരു പണത്തൂക്കം സ്വർണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ നബിയെ, അവരെന്നോട് വല്ലാത്ത സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് നിക്കാഹ് ചെയ്യാം നബിയേ. റസൂലുള്ളാഹി തങ്ങൾ നിക്കാഹിന് തീരുമാനിച്ചു. അപ്പാ സ്വഹാബി വീണ്ടും റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, നിക്കാഹിന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയാൽ ഒരു ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ? ഒരു വലീമത്ത് എന്നാണ് അതിന് പറയാം. നിക്കാഹ് ഭക്ഷണത്തിന് എന്തെന്നാ പറയാ? വലീമത്ത് എന്നാണ് പറയാ. ഒരു വലീമത്ത് ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ? അതിന് ഞാൻ എന്താ ചെയ്യാ? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പള വാപ്പാനോട് തന്നെയാണ് അതിനും ചോദിക്കുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മൾ കെട്ടിക്കാൻ നിൽക്കാത്തത്? നബി മുഹമ്മദ് മുസ്തഫ, അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ. നബിയെ, തങ്ങൾ ചെയ്തതുപോലെ ഉപകാരം, തങ്ങൾ ചെയ്യുന്നത് പോലെ കൃപ, തങ്ങൾ ചെയ്യുന്നത് പോലെ ദയ, തങ്ങൾ ചെയ്യുന്നത് പോലെ സ്നേഹം ഒരു ഉമ്മാക്കും മക്കളോട് സാധ്യമല്ല, ഒരു വാപ്പാക്കും മക്കളോട് സാധ്യമല്ല. തങ്ങളെപ്പോലത്തെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത്, തങ്ങളെപ്പോലെ ഒരു വാപ്പന്റെ സ്ഥാനത്ത് ഭൂമുഖത്ത് അള്ളാന്റെ സൃഷ്ടികളിൽ മറ്റൊരാളെ കാണാനില്ലല്ലോ നബിയേ.
കണ്ട നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു നബിയാ നിക്കാഹിന് കൂടുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു സൽക്കാരം, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ബുറൈദ, നേരത്തെ പറഞ്ഞ ബനൂ സലം കബീലയിൽപ്പെട്ട ആളാണ്. അപ്പൊ മൂപ്പര് ബുറൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പിന്നെയും വിളിച്ചു, ബുറൈദ റബീഅത്തിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിക്കാഹിന്റെ സമയമാണ്, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു സൽക്കാരത്തിന് വക ഉണ്ടാക്കണ്ടേ നമുക്ക്? ഇജ്മഊലി റബീഅത്ത സമനക ബിഷിൻ, ഒരു ആടിനെ വാങ്ങാനുള്ള പൈസ നിങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന്. അപ്പൊ സുബ്ഹാന ജല്ല ജലാലു ഒരു ആടിനെ വാങ്ങാനുള്ള പൈസകൾ ഉണ്ടാക്കണം. ബുറൈദത്ത് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു ഫബ്തഊലി കബ്ശൻ അളീമൻ സമീന, റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് ഒരു ആടിനെ വാങ്ങി. എന്താട്? നല്ല ഉഷാറുള്ള ഉദ്ഹിയത്തിന് പറ്റുന്ന രീതിയിലുള്ള നല്ല ഉഗ്രൻ ഉഷാറായിട്ടുള്ള ഒരാടിനെ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്നിട്ട് റബീഅത്തിന് കൊടുത്തിട്ട് വന്നു, റബീഅത്തെ ഇതാണ് നിങ്ങളെ നിക്കാഹിന് അറക്കാനുള്ള ആട്. അപ്പോ ആടിനെ മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യും? ഇറച്ചി മാത്രം തിന്നാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഓൽക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഇറച്ചി മാത്രം ഭക്ഷണമായിട്ട് അതൊരു ചികിത്സ ആയിട്ട് തിരക്കുള്ള കുറച്ച് കാലത്തേക്ക്, കാലാകാലത്തേക്കും അങ്ങനെ ഒരു ഭക്ഷണം പറ്റുമോ? ഇറച്ചി മാത്രം അങ്ങനെ ഒരു ഭക്ഷണമില്ല. നമ്മളോട് ശറഅ് പറഞ്ഞത് എന്താ? വലിയ പെരുന്നാക്ക് ഇറച്ചി, ചെറിയ പെരുന്നാക്ക് അരി, അല്ലേ? അതാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാണ്ട് ഇറച്ചി മാത്രം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് വലിയ ഒരാട് അല്ലാഹ് ഓലൊക്കെ കൂടെ വാങ്ങിക്കൊടുത്ത ആട്, എന്ത് ഉഷാറുള്ള ആടാ. ആ ആടിനെ കണ്ടപ്പോ റബീഅത്ത് റളിയല്ലാഹു അൻഹു, നബിയെ ആടിനെ മാത്രം എന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് നീക്ക് കൂട്ടാൻ കിട്ടണ്ടേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ റബീഅത്തിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ആയിഷത. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ആയിഷുവിന്റെ അടുക്കൽ ഒന്ന് പോയി നോക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മോനെ നീ ആയിഷ ബീവിന്റെ അടുത്തൊന്ന് പോയി നോക്ക്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കന്യകയായ മോളാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി ഏറെ പ്രിയം വെച്ചിരിക്കുന്ന ഭാര്യയാണ് റസൂലുള്ളാഹിന്റെ ആയിഷ ബീബി. ആയിഷ ബീവിയെ ദുനിയാവിൽ വെച്ച് കാണാൻ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ പെങ്ങൾക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ പെൺമക്കൾക്ക്, ഈ കാണുന്ന ഒറ്റ ഉമ്മമാർക്കും അവസരമുണ്ടായിട്ടില്ല. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ ആയിഷ ബീവിയെ കാണാൻ ഈ വഅദിനിരിക്കുന്ന മുഴുവൻ ഉമ്മ സഹോദരിമാർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ റബീഅത്തിനോട്, റബീഅത്തെ നീ ആയിഷുവിന്റെ അടുക്കൽ പോയി നോക്ക്. ആയിഷ ബീവിന്റെ അടുക്കൽ പോയിട്ട് ഈ ആടിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി റൊട്ടി ചൂടാൻ ഗോതമ്പത്തിന്റെ മാവോ ഗോതമ്പമോ ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. റബീഅത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ അടുക്കലേക്ക് പോകാൻ ഞാൻ ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് ഫഖാലത്തി ഇലൈകി, ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, ഉമ്മ എന്നെ റസൂലുള്ള പറഞ്ഞയച്ചതാണ്, എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിക്കാഹ് നടക്കാണ്, ഞാൻ മഹറൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്ത് നിൽക്കുന്ന സ്വഹാബിയല്ലേ, എനിക്ക് മഹറൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ആടിനെയും കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം റൊട്ടി ചൂടാൻ കുറച്ച് ഗോതമ്പ് വേണം, അത് ഇവിടെ ഉണ്ടാകുമോ? ഉമ്മാനോട് ചെന്നിട്ട് ചോദിക്കാണ്, ഇവിടെ എനിക്ക് ആ റൊട്ടിയുടെ ആ മാംസത്തിന്റെ കൂടെ കൊടുക്കാൻ റൊട്ടി ചൂടാൻ കുറച്ച് ഗോതമ്പ് തരുമോ? കുറച്ച് ഗോതമ്പ് മാവുണ്ടോ? റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലാകെ പരിധി നോക്കിയിട്ട് 7 സ്വാഴ് ഗോതമ്പുണ്ട്. അതിങ്ങോട്ട് എടുത്തിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട സ്വഹാബികളെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. യാ വല്ലാഹി മാ ഇൻദനാ തുആമുൻ ഗൈറു, ഇനി ഈ വീട്ടിൽ ഇതല്ലാത്ത ഒന്നുമില്ല. വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബിക്ക് കൊടുത്തു. ആ ഗോതമ്പുമായിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബി വന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നബി തങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബാക്കളും മുന്നിലൊരാട്, ആ ആടിനെയും പിടിച്ചിട്ട് ആര് നിൽക്കാം? റബീഅത്ത് റളിയല്ലാഹു അൻഹു പുതിയാപ്പള, സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവര് കുറച്ച് ഗോതമ്പ്. അങ്ങനെ അവരെല്ലാരും കൂടി നിക്കാഹിന് അങ്ങോട്ട് പോകാണ്. യാ റബ്ബ് യാ റബ്ബ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ആടിനെ അറുത്തു. ആ സ്വഹാബി പറയാണ്, ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസങ്ങളൊക്കെ ശരിയാക്കുന്ന കാര്യം പുതിയാപ്പളുടെ കൂടെ പോയ ഞങ്ങൾ ചെയ്തു. അപ്പോഴേക്ക് ഗോതമ്പ് കൊണ്ട് റൊട്ടി ചുട്ടിട്ട് ശരിയാക്കുന്ന കാര്യം പെണ്ണിന്റെ പെരക്കാരും ചെയ്തു.
ഗോതമ്പാണ് കൊടുത്തപ്പോൾ റൊട്ടിയൊക്കെ ചുട്ടിട്ട് ആര് റെഡിയാക്കി? അവർ റെഡിയാക്കി. ആടിനെ അറുക്കലും കഷ്ണാക്കലും റെഡിയാക്കലും ഒക്കെ ആരും ചെയ്ത്? ഞങ്ങളും ചെയ്ത്. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലും കൂടിയിട്ട് ആ വലീമത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ട് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ. അതാണ് ഇപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കല്യാണ സദസ്സിലും നമ്മൾ ആശംസാ പ്രാർത്ഥനയുണ്ട്. ഏതാ ആശംസ ദുആ? ബാറകല്ലാഹു ലക്കുമാ, ഈ പുതിയാപ്പിളക്കും പുതിയണ്ണിനും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അവരുടെ കുടുംബജീവിതം അല്ലാഹു ബർക്കത്താക്കട്ടെ, അവരിൽ ജനിക്കുന്ന മക്കൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ആശംസകളെ കൂട്ടത്തിൽ നബിതങ്ങൾ ആശംസിച്ചു. നബിതങ്ങൾ അങ്ങ് ബർക്കത്തിന് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. താമസിയാതെ സുമ്മയിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിച്ചു. മനഹനി അർളൻ ഇലാ ജാനിബി അർളി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഒരാൾ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്. ആ സ്ഥലം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങി. സിദ്ദീഖ് തങ്ങൾ അടുത്ത് ഒരു സ്ഥലം വിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങി. അവിടെ നിങ്ങൾ നോക്കണം, റബീഅത്തിനെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് എവിടെയെങ്കിലും ആയാ പറ്റൂല. ഏറ്റവും നല്ല അയൽവാസി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. ഹത്താ ഫദഖൽതു അലയ്യ ദുനിയാ, അപ്പോ ആ ഭൂമി എന്റെ പേരിൽ റസൂലുള്ള വാങ്ങി തന്നു. സിദ്ദീഖ് തങ്ങളെ തൊട്ടടുത്ത ഒരു സ്ഥലം, ആ സ്ഥലം വാങ്ങിയിട്ട് റസൂലുള്ള എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ആ ഭൂമി എന്റെ അടുക്കലേക്ക് കിട്ടിയപ്പോൾ എനിക്ക് ദുനിയാവ് ഇങ്ങനെ വരാൻ തുടങ്ങി. നബി തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ പറ്റി നിങ്ങൾ ഓർത്തു നോക്ക്. അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ. ഉമ്മയെക്കാളും വാപ്പയെക്കാളും നമ്മോട് കൃപ വെക്കുന്ന മുഹമ്മദ് മുസ്തഫ. ആ കൃപ നമുക്ക് ദുനിയാവിൽ കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി ആഖിറത്തിൽ കിട്ടുന്നതാണ്. ആഖിറത്തിൽ റസൂലുള്ളാഹിന്റെ കൃപ കണ്ട നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹിനോട് പറയുന്നത്, അന്ത മുൻജീനാ ഗദ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കുറച്ച് ചൂടുള്ളത് വെച്ചാൽ മോനെ നമ്മളവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദുനിയാവിൽ ആ സ്വഹാബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. നല്ലൊരു തറവാട്ടിൽ നിന്ന് മഹർ കൊടുക്കുന്നു. ഭക്ഷണത്തിന് വകയുണ്ടാക്കി കൊടുക്കുന്നു. കല്യാണം കഴിച്ച സ്വഹാബിക്ക് നല്ലൊരു അയൽവക്കത്ത് ഭൂമി വാങ്ങി കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു. മുത്തുനബിയുടെ കൃപ കണ്ട നിങ്ങൾ. ഈ കൃപയൊന്നും ഒരു കൃപയല്ല. പിന്നെയോ ആഖിറത്തിലെ കൃപയുണ്ടോ നിങ്ങൾ? ഏറ്റവും വലുത് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ പകല് നിങ്ങളെ നാട്ടിൽ തന്നെയാണ് താമസിച്ചത്. ഭക്ഷണത്തോട് ഭക്ഷണം. അള്ളാഹു ഈ നാട്ടുകാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. എവിടെ ചെന്നാലും ബിരിയാണിൻ്റെ ഒരു കളി. അങ്ങനെ ഒരു ചായക്ക് ഇരുന്ന് നോക്കുമ്പോൾ ഒരു സൈസ് പത്തിരി ഇങ്ങനെ റൗണ്ടിൽ, വേറൊന്നിങ്ങനെ പരന്നിട്ട്, വേറൊന്നിങ്ങനെ കോണായിട്ട് വെട്ടി, ഏതെല്ലാം കോലത്തിൽ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അള്ളാഹു റഹ്മത്ത് കൊടുക്കണം. നമ്മളെ പെണ്ണുങ്ങൾ ഒരാഴ്ച ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഓക്കാകെ രണ്ടപ്പേ അറിയണം. ഒന്ന് കൽത്തപ്പം, ഒന്ന് വെള്ളപ്പം. ഇത് ഇവിടുത്തെ പെണ്ണുങ്ങൾ എന്തെല്ലാം സൈസ് അപ്പാണ് ഉണ്ടാക്കുന്നത്. പടച്ചോനെ അള്ളാഹു ഇവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. ഇതെല്ലാം പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾ കൂടി കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, അൽഹംദുലില്ലാ. എത്ര സൈസ് ഭക്ഷണം വെറുതെ അല്ല ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഒരു ഭക്ഷണത്തിനും കൂടി പോകാനുണ്ട്. അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ.
അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്താം, റിസ്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സംഗതിയാണ്. അതിലേക്കൊക്കെ കടന്നാലിപ്പം കുറെ ആയിപ്പോ ഇരിക്കട്ടെ. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ഈ ചെയ്തത് മാത്രമല്ല, ആഖിറത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചു, പാറ്റ ഒന്നിച്ചു വന്നു. ആ വിളക്കിന്റെ തീയിലേക്ക് പാറ്റകൾ വന്നിട്ട് ഇങ്ങനെ വീണ് കരിയാൻ പോവുകയാണ്. അപ്പൊ ആ പാറ്റകൾ ഇങ്ങനെ വരുന്നിടത്ത് ഒരാൾ ആ വിളക്കിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ആ പാറ്റകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിളക്കിന്റെ തീയിലേക്ക് വീഴാൻ അനുവദിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടി ഓടിച്ചാൽ ആ പാറ്റകളെ രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന പോലെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, നിങ്ങളൊക്കെ നരകത്തിലേക്ക് പോയി വീഴാൻ വേണ്ടി പാറ്റകളെ പോലെ നരകത്തിലേക്ക് പാറി വരുമ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത് നിന്നിട്ട് വേണ്ട വേണ്ട വേണ്ട, നരകത്തിലേക്ക് പോകല്ലേ, നരകത്തിലേക്ക് പോകല്ലേ. ഈ ഉമ്മത്ത് നരകത്തിൽ നിന്നൊക്കെ പോകുന്നതിൽ നിന്ന് അവരെ ഊരൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു മാറ്റുന്ന റസൂലുള്ളാഹി തങ്ങൾ, അന്ത മുൻജീനാ വദ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പറയാണ്, നബിയേ, നരകത്തിലേക്ക് പോയി വീഴാതെ, നരകത്തിലേക്ക് പോയി വീഴാതെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കൈ തങ്ങൾ പിടിച്ച് രക്ഷപ്പെടുത്തണേ നബിയേ. എന്തുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത്? നമ്മൾ റസൂലുള്ളാഹിനോട് പറയാണ്, നബിയേ, ഞങ്ങൾ തങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങൾ സിദ്ദീഖിനെ കണ്ടിട്ടില്ല, ഞങ്ങൾ സ്വഹാബാക്കളെ കണ്ടിട്ടില്ല. പലവിധ തെറ്റുകളെ കൊണ്ടും ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. കണ്ണ് തെറ്റ് ചെയ്തു, കാത് തെറ്റ് ചെയ്തു, നാവ് തെറ്റ് ചെയ്തു, കാലുകൾ തെറ്റ് ചെയ്തു. തെറ്റുകളെ കൂമ്പാരമുണ്ട്. അതുകൊണ്ട് നബിയേ, ഇർതകബതു അലൽ ഖതാ لك أشكو فيك يا سيدي خير النبي الصلاة വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഇരിക്കുന്ന കാഴ്ച മദീനയിൽ വെച്ചുകൊണ്ട് മുത്തുനബി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹ് പൊരുത്തപ്പെട്ട അമൽ നിങ്ങൾ ചെയ്തോളും, അള്ളാഹ് കാണും, അള്ളാഹുവിൻ്റെ റസൂലും കാണും. ഇനി ലോകത്തെ മറ്റൊരു അത്ഭുതം അതേതാ? ഏതൊരു ചരിത്ര പുരുഷനെയും പരിശോധിച്ചാൽ അവരെ കുടുംബ പരമ്പരയുടെ വിശദീകരണം എവിടെ കിട്ടും? വാപ്പ ഉമ്മ, അത്രേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വല്യപ്പ വല്യമ്മ, അതിൻ്റെ അപ്പുറത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അങ്ങനെ എത്ര ഉപ്പമാരെയാണ് നമ്മൾ പഠിക്കുന്നത്? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്. എത്ര ഉപ്പാരെ പേരാണ് നമ്മൾ പഠിക്കുന്നത്? ലോകത്തെ 100 കോടി മുസ്ലിങ്ങളിൽ 90 വയസ്സായ വല്യമ്മാക്കും 7 വയസ്സായിരിക്കുന്ന കുട്ടിക്കും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് ലോകത്തെ മുഴുവനും അറിയാം. നമ്മളപ്പാപ്പാരെ പേരെന്ന് പറഞ്ഞാണ് പാപ്പാന്റെ പേരെന്നെ ചിലർക്ക് ഓർമ്മല്ല, പിന്നല്ലേ വല്യാപ്പാൻ്റെത്. ഉപ്പാന്റെ പേരെന്തേനു? ഉപ്പാന്റെ പേരിപ്പം എന്തായിരുന്നു? നാളെ പറഞ്ഞു ഉപ്പാന്റെ പേര് ഉപ്പാൻ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാര്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 20 ഉപ്പാപ്പ കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നബിയുല്ലാഹി ഇസ്മായിൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പമാരുടെ എണ്ണം ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന 20 ഉപ്പാപ്പമാര് വരെ, 20 ഉപ്പാപ്പമാരിൽ നിന്ന് ഇങ്ങോട്ട് അബ്ദുള്ള എന്ന പിതാവ് വരെ, ഇങ്ങനെ എഴുതി വെച്ചിട്ട് താരിഖ് ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, കതബതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 ഉമ്മിൻ ഫലം അജിദ് ഫീഹിന്ന അംറൽ ജാഹിലിയത്തി വലാ സിഫാഹിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 500 കുടുംബ പരമ്പര ഞാൻ പരിശോധിച്ചിട്ടുണ്ട്.
നബി തങ്ങളുടെ ഉപ്പ, അവരെ ഉപ്പ, ഇങ്ങനെ 500 കുടുംബ പരമ്പര ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ആ 500ലും ഒരാളും ജാഹിലിയ കാലഘട്ടത്തിലെ ഇസ്ലാമിക വിരുദ്ധമായ മതങ്ങളിലോ ആശയങ്ങളിലോ ആ കുടുംബത്തിൽ ആരും ഉണ്ടായിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നബി തങ്ങളുടെ പ്രകാശത്തെ കൊണ്ടുവന്ന രംഗം സുജൂദിന്റെ താവഴിയിലാണ് നബിയെ തങ്ങളുടെ ജനനം. സുജൂദിന്റെ താവഴിയിൽ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന വല്ലിപ്പാരല്ലാതെ ഒരു സ്ഥലത്തും നബി തങ്ങൾക്ക് ഒരു ഉപ്പ സുജൂദ് ചെയ്തുകൊണ്ടുള്ള ഉപ്പയല്ലാതെ ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിൽ ഉപ്പ എന്നതിന് 2 പദം ഉപയോഗിക്കും. ഒന്ന് വാലിദ്, അത് നേരെ വാപ്പാക്കാണ് പറയാം. അബ് എന്ന് ഉപയോഗിക്കും. ചിലപ്പോൾ അബ് എന്ന് ഉപയോഗിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാപ്പാന്റെ അനുജനെ, വാപ്പയുടെ ജ്യേഷ്ഠനെ, വാപ്പയുടെ വാപ്പയെ, ഇങ്ങനെയൊക്കെ പലപ്പോഴും എന്തുപയോഗിക്കും, അബ് എന്ന പദം ഉപയോഗിക്കും. മനസ്സിലായോ? നേരെ പറയുമ്പോൾ അറബിയിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വാലിദ് എന്നാണ്. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ വാലിദൈൻ ഏതാണ്? നേരെ പ്രസവിച്ച് വളർത്തിയ വാപ്പയും ഉമ്മയും. നമ്മൾ സാധാരണ ഇളയമ്മാനെ ചിലപ്പോൾ ഉമ്മാന്ന് വിളിക്കും, മൂത്തമ്മാനെ ചിലപ്പോൾ ഉമ്മാന്ന് വിളിക്കും, എളാപ്പാനെ ഉപ്പാന്ന് വിളിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അതൊക്കെ അബ് എന്ന പ്രയോഗത്തിൽ വരും. ആബാ എന്ന് പറയും, വാപ്പമാർ ഒക്കെ നമ്മളെ പാരനപ്പ, അങ്ങനെ പറയില്ല നമ്മള്. എല്ലാം നമ്മളെ വാപ്പാരന്നെ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറയും? വാപ്പാരെന്ന് പറഞ്ഞാൽ എളാപ്പാരും മൂത്താപ്പാരും എല്ലായിട്ട്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആസർ എന്ന ആള് ഇബ്രാഹിം നബിയുടെ വാപ്പയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത്. അത് നേരെ വാപ്പയായതുകൊണ്ടല്ല, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ലോകത്ത് ജനിക്കുന്നതിന് മുമ്പുള്ള ഇത്രയധികം ഉപ്പമാരുടെ ചരിത്രം ലോകത്ത് ഒരൊറ്റ ആളത് മാത്രമേ കാണുകയുള്ളൂ, മുഹമ്മദ് മുസ്തഫ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ ഉപ്പയായിരുന്നു, ഉപ്പയുടെ ഉപ്പ ആരായിരുന്നു, ഉമ്മ ആരായിരുന്നു? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, 5ാമത്തെ ഉപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, 5ാമത്തെ ഉപ്പ. 2 ഉപ്പമാരും ഒരു വഴിയിൽ എത്തിച്ചു. ഉമ്മ വഴിക്കുള്ള പിതാവ്, വാപ്പ വഴിക്കുള്ള പിതാവ്. അങ്ങനെ 500 ചരിത്രം. ഇത് ലോകത്ത് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ കിതാബിൽ ഓർമ്മപ്പെടുത്തിയത്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മുഹമ്മദ് എന്ന പേരോട് കൂടെ ലോകം പടക്കുന്നതിന് മുമ്പ് മുത്ത് നബിയുടെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. ഭൂമിയിലേക്ക് നബി തങ്ങളെ വരവ്, അവസാനത്തെ നബി എന്നത് അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത പദവി നൽകി ആദരിക്കപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനത്തെ നബിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേര് വെക്കപ്പെട്ടിട്ട് ഫസമ്മാഹു മുഹമ്മദാ. സ്വലാത്ത് ഒന്നുമില്ല. ഇന്നും നമ്മളെ സ്വലാത്ത് എങ്ങനെ തന്നെയാണ്? നമ്മളൊരു എന്ന സ്വലാത്ത് തന്നെയാണ്. ചെല്ലുന്നത് കുറച്ചാണെങ്കിലും മട്ടത്തിൽ ചൊല്ലണം. നമ്മൾ ചിലപ്പോൾ യാസീൻ എന്ന് പറഞ്ഞിട്ടാണ് ഓതൽ തുടങ്ങും, എവിടെയോ എത്തിപ്പോവും. ചിലപ്പോൾ ചില ആൾക്കാരെ യാസീനൊക്കെ അന്നേരം തന്നെ തീരുന്നതാണ്. നാളൊരു ചങ്ങായി യാസീൻ ഓതി നോക്കുമ്പോൾ വേഗം യാസീൻ തീരുക. പോനോട് വെച്ച് ഇതെന്ത് യാസീനാടോ? എന്തേ നിങ്ങൾ ശരിക്കും ഓതായിട്ടല്ലേ? ഞാൻ നല്ല പോലെ ഓതി വേഗം തീർന്ന്. ഇത്ര വേഗം തീർന്ന് എന്നാ ഒന്ന് ഓദിക്കാന്ന്. അന്നേരല്ലേ ഓതുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. തീരാൻ എവിടെയെങ്കിലും പോകണം.
ഇങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ചൊല്ലിയത് കൊണ്ട് ഒരു കാര്യവും ശരിയാവില്ല. ഫസമ്മാഹു മുഹമ്മദാ. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ഈ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്ന പ്രകാശം ഏതാണെന്ന് അറിയോ? നമ്മുടെ ആദ്യ പിതാവ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ട് സ്വർഗ്ഗലോകത്ത് താമസിപ്പിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഓ ആദമേ, സ്വർഗം നിങ്ങൾക്കുള്ള തറവാടാണ്, ഇവിടെ താമസിച്ചോ. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ഒരു വൃക്ഷമുണ്ട്. ആ 2 മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, ആ വൃക്ഷത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഇബ്ലീസ് സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി ആദം നബി അലൈഹിസ്സലാമിനെ വസ്വാസാക്കി. ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാലാകാലം ഇവിടെ താമസിക്കണോ എന്നാ ആ മരത്തിന്റെ ഇല പറിച്ച് ഭക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുന്നു. ഇബ്ലീസിന്റെ വസ്വാസ്. അല്ലാഹ് ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് പഴം പറിക്കുക എന്ന മറവി സംഭവിച്ചു. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒരൊറ്റ കരച്ചിൽ, അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ജാഹ് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തൽക്കാലം സംഭവിച്ചിരിക്കുന്ന പാകപ്പഴവിന് മാപ്പ് നൽകണേ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാ മുഹമ്മദ് നബിനെ കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്നാ മുഹമ്മദ് നബിനെ മനസ്സിലായത്? അപ്പൊ അള്ളാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബേ, എല്ലാ കാര്യങ്ങളും നീ എനിക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ആ പഠിപ്പിച്ചു തന്നവ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. എല്ലാ അറിവും ആദം നബി അലൈഹിസ്സലാമിന് നൽകിയപ്പോൾ അറിവ് നൽകിയ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോഴോ അർശിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാനലോകത്ത് മുഴുവനും എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. ഭൂമി ലോകത്ത് നിന്നുള്ള വാർത്തകൾ മുകളിലോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ടും, രണ്ടിന്റെയും ഇടയ്ക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്, സിദ്റത്തുൽ മുന്തഹ. ആ സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷത്തിന്റെ മുകളിൽ ധാരാളം ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഓരോ ഇലയിലും എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗവാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ അർശിലും കുർസിലും ലോകത്ത് അവിടെയെല്ലാം റസൂലുള്ളാഹിന്റെ പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, ഇവിടൊക്കെ നീ പഠിപ്പിക്കപ്പെട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ അല്ലാഹ് എന്നുള്ളവനോട് ചേർന്ന് എഴുതി വെച്ച ഒരേ ഒരു പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരായത് കൊണ്ടാണല്ലോ നിന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ എഴുതി വെക്കുമ്പോ അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതി വെക്ക. ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, പടച്ചവനെ, നിന്റെ പേരിന് ചേർന്ന് കണ്ട പേര് കണ്ടപ്പോ എനിക്ക് ഉറപ്പായി നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേരാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എന്ന് ചോദിക്കുന്നത്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ലോകത്ത് മുഴുവനും വെള്ളപ്പൊക്കമായി, പ്രളയമായി. നമ്മളിപ്പോ ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ, ഒരു ജലദോഷം അല്ലേ? നമ്മക്കിപ്പോ കേരളത്തിൽ എത്ര ഉണ്ടായത്? ഒരു ജലദോഷം ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴൊക്കെ കേരളത്തിന്റെ പ്രളയക്കെടുതി എത്ര വലുതായി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒട്ടാകെ വെള്ളപ്പൊക്കം. സുബ്ഹാന ജല്ല ജലാലു. കപ്പൽ ഒരു സ്ഥലത്ത് നിൽക്കാനും എന്നിട്ട് ലോകത്തുള്ള സൃഷ്ടിചരാചരങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാനും ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ
അവിടുത്തെ ശത്രു വിഭാഗങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് തീയിലിടാൻ തീരുമാനിച്ചു. യാ റബ്ബ് യാ റബ്ബ്. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിന് വേണ്ടി പ്രഖ്യാപനം വന്നു. രാജാവിന്റെ കൽപ്പന വന്നപ്പോൾ എല്ലാവരും വിറക് ശേഖരിച്ചു. അന്ന് ജനങ്ങൾ ഇബ്രാഹിം നബിനെ തെറ്റിദ്ധരിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയോ? പെണ്ണുങ്ങളൊക്കെ നേർച്ചയാക്കി ഊരവേദന മാറാൻ ഇബ്രാഹിം നബിനെ കത്തിക്കുന്ന തീയിലേക്ക് ഒരു കെട്ട് വിറക്. നമ്മളിപ്പോ ഓരോന്ന് നേർച്ചയാക്കണില്ല എന്ന മാതിരി ഓല ദൈവങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന ഇബ്രാഹിമാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ചുട്ടുകരിക്കുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ കരിച്ചു കളയുന്ന തീയിലേക്ക് ഒരു കെട്ട് വിറക് ഒരാൾ വക മുട്ടുംകാലിന്റെ വേദന മാറാൻ. അത്രത്തോളം ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. സുബ്ഹാനല്ലാഹ്, വിശാലമായ മൈതാനിയിൽ വിറകെങ്ങനെ കുന്നുകൂട്ടിയിട്ട് 4 ഭാഗത്ത് തീ കൊളുത്തിയപ്പോൾ ആകാശത്തു കൂടെ തൊട്ടില്ലെന്ന രീതിയിൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷി അതിന്റെ ജറക് കരിഞ്ഞിട്ട് തീയിലേക്ക് വീണു. അത്രയധികം ചൂടായി. ആ തീയിലേക്ക് നബിയുല്ലാഹ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ കുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ എന്റെ പ്രകാശം ഉണ്ടായിരുന്നു. മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരു ചരിത്രം ലോകത്ത് ഒരാളുടേതും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് 2000 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ട് 63-ാമത്തെ വയസ്സിൽ മുത്തുനബി വഫാത്താകുമ്പോൾ താടിയിലും തലമുടിയിലും കൂടിയായിട്ട് 19 രോമം മാത്രമേ നരച്ചിട്ടുള്ളൂ. ഇത്രയധികം ചരിത്രമുള്ള ഒരു വ്യക്തി ലോകത്ത് വേറെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി മുഹമ്മദ് മുസ്തഫ, ആ നബിയെ സംബന്ധിച്ചുകൊണ്ട് മാതാപിതാക്കളെ, ഉസ്താദുമാരെ, മുതിർന്ന തലമുറയിലെ അംഗങ്ങളെ, നിങ്ങൾ വരുന്ന തലമുറക്ക് കുട്ടികൾക്ക് അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി, ഹുബ്ബുൻ നബി പഠിപ്പിക്കണം. പഠിപ്പിക്കാതിരുന്നാൽ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം റിയാദിൽ പോയി. അപ്പോ ഒരു റെണ്ടേക്കാർ എടുത്തിട്ട് സൗദിയിലെ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മൊത്തം സൗദിയിൽ ഒന്ന് കറങ്ങാം. ഞാനും 2 സുഹൃത്തുക്കളും ഉണ്ട്. അപ്പം ഞങ്ങൾ റിയാദ് കഴിഞ്ഞ് പട്ടണത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മുടെ യമാമ യുദ്ധം നടന്ന മുസൈലിമത്തുൽ കദ്ദാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹുവിന് നേതൃത്വം നൽകി നയിച്ച യുദ്ധമുണ്ടല്ലോ, ആ ചരിത്രം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുക. അൽ ഖറജ് വഴി പോകുമ്പോൾ ഞങ്ങളെ വണ്ടി അവിടുത്തെ മുത്തവ പോലീസ് തടഞ്ഞു നിർത്തി. അവിടുത്തെ ശരിയത്ത് പോലീസിനാണ് മുത്തവ പോലീസുകാർ. നമ്മൾ ജന്നത്തുൽ ബക്കയിൽ സിയാറത്തിന് പോയാൽ കണ്ടിട്ടില്ല, ഇവിടെ ദ്വാരക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടർ. അപ്പോൾ അവർ തടഞ്ഞു, കൈ കാണിച്ച് നിർത്തി. ഞങ്ങളോട് എവിടെ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു മുത്തവ ഞങ്ങളെ കാറിന്റെ മുൻവശത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിൽ എന്താ ഉള്ളത്? ഒരു നക്ഷത്രക്കലങ്ങനെ വരച്ചിട്ട് 2 സ്റ്റിക്കർ. ഒന്ന് അല്ലാഹു ജല്ല ജലാലു, മറ്റതോ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വഹാബിയായ ഈ മുതവ്വ ആ സ്റ്റിക്കർ ബലം പ്രയോഗിച്ചിട്ട് പറിച്ചെടുത്തിട്ട് അയാൾ നടുക്ക് പൊട്ടിച്ചിട്ട് അല്ലാഹു ജല്ല ജലാലു എന്നുള്ളത് ഞങ്ങൾക്ക് തന്നു. മറ്റത് അയാൾ കുപ്പത്തൊട്ടി കണ്ടു. എന്നിട്ട് അയാൾ ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു തരാണ്. ഇത് രണ്ടും ഒപ്പം വെച്ചാൽ രണ്ടും അള്ളയാണ് എന്ന് തോന്നിപ്പോകുന്നു. ഇപ്പൊ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തരാം. ഇത് രണ്ടും ഇങ്ങനെ ഒപ്പം വെച്ചാൽ എന്ത് തോന്നിപ്പോകും? ഇതും അള്ളയാണ്, ഇതും അള്ളയാണ് എന്ന് തോന്നിപ്പോകുന്നതാണ്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, ഇനി ഷഹാദത്ത് കലിമ എങ്ങനെയാ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു. ഷഹാദത്ത് കലിമ ഇനി ചെല്ലണല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒപ്പം ചെല്ലിയാൽ രണ്ടും ഒന്നാം തോന്നിപ്പോരും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പൊ തന്നെ ചെല്ലിയാൽ രണ്ടും പടച്ചവനാ തോന്നിപ്പോവില്ലേ? എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് അയാളോട് പറഞ്ഞു, അള്ളാഹു തആല 1,24,000 നബിമാരെ അയച്ചിട്ട് ഞങ്ങളെ നാട്ടിൽ ആരും വന്നിട്ടില്ല. ഞങ്ങളെ തൗഹീദിന് ഒരു കുഴപ്പമില്ല. അത്രയും ആളയച്ചിട്ട് നിങ്ങളോട്ട് നന്നായിട്ടുമില്ല. അല്ലാണ്ട് പിന്നെ പിരാന്ത് പിടിച്ചാൽ പിന്നെ പറയണ്ടേ. ദേഷ്യം പിടിക്കേണ്ട നേരത്തെ പിന്നെ നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. ചില സ്ഥലത്ത് എന്ത് വേണ്ടി വരും? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
അല്ലാഹു ജല്ല ജലാലുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈമാനിന്റെ ഖിബലയാണ്. ആ ഖിബലയാകുന്ന റസൂലുള്ളാഹിയെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് മുത്തുനബി ജനിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപ്പമാർ ഉമ്മമാർ അങ്ങനെ അങ്ങോട്ട് പരിശോധിച്ചിട്ട് വഫാത്ത് വരെയുള്ളതല്ല എല്ലാ സംഭവങ്ങളും നബി തങ്ങളെ പറ്റി ചരിത്രം പൂർണ്ണമാണ്. ആ ചരിത്രത്തിൽ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ അടുക്കാൻ നമുക്ക് അല്ലാഹു തആല മുത്തുനബിയെ പരിചയപ്പെടുത്തി തന്നുകൊണ്ട് ഓർമ്മപ്പെടുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ ലോകത്തിന് മുഴുവനും തങ്ങൾ റഹ്മത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കൃപ, ദയ, വിട്ടുവീഴ്ച, കാരുണ്യം. അല്ലാഹ് റഹ്മത്ത് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ആയത്തുകളിൽ വന്നിരിക്കുന്ന ഒരു പദമാണ് റഹ്മത്ത്, റഹ്മാന്, റഹീം, അർഹം, റുഹമാ. 100ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ നബിയുടെ ഉമ്മത്തികളാണ് നമ്മളൊക്കെ. അല്ലാഹു തആല ആരാണ്? റഹ്മാനുർ റഹീമാണ്. അല്ലാഹുവിന്റെ കൃപ, അല്ലാഹുവിന്റെ ദയ, അല്ലാഹുവിന്റെ കാരുണ്യം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതിന് നമുക്കാർക്കും പരിധി നിശ്ചയിക്കാൻ കഴിയില്ല. ഞാൻ ഒരു സംഭവം പറയട്ടെ നിങ്ങളോട്. ആരംഭ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചരിത്രം പറയുന്നത്. ആരാണ് ചരിത്രത്തിലെ കഥാപാത്രം? ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആര് പഠിപ്പിച്ചിരുന്നു? റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുക. ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുക. പോകുമ്പോൾ ഒരു ഖബറിന്റെ അടുത്തെത്തി. യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു ഖബറിന്റെ അടുത്തെത്തി. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന കഴിവാണ്, അവർക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ ഖബറിന്റെ അടിയിൽ നടക്കുന്നത് കാണാൻ പറ്റും. അവർക്ക് കാണാൻ പറ്റുന്നുള്ളത് തീർച്ചയാണ്. നബിമാരെ കൂട്ടത്തിലൊന്നും മുജാഹിദും ജമാഅത്തും ഇല്ലല്ലോ, അപ്പൊ കാണുന്ന ഉറപ്പല്ലേ. ഒരു മതവും അറിയില്ല, ശാസ്ത്രവും അറിയില്ല, എന്നാ പിന്നെ മുജാഹിദാകാൻ. ഭൂമിന്റെ അടിയിലുള്ള സംഗതി കാണുന്ന പല ജീവികളും ഉണ്ട്. ഓരോരുത്തർക്കുള്ള ഓരോ കൈവല്ല കൊടുത്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി, നല്ല ടൈൽസ് ഇട്ട സ്ഥലത്ത് കോഴി നിന്നാൽ കാലുകൊണ്ട് ഇങ്ങനെ മാന്തൂല. കോഴിക്കാരെ അവിടെ മാന്തിയിട്ട് യാതൊരു കാര്യമല്ല. കോഴി നമ്മളെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കി, തല ഇങ്ങനെ കുലിച്ചിട്ട് ഇങ്ങനെ നോക്കി. എവിടേക്കാ കോഴി നോക്കണത്? കോഴി നോക്കണത് തെങ്ങിന്റെ മരത്തിക്ക അല്ലേ. കോഴി ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കോഴി ഒരൊറ്റ ഓട്ടം ഓടി ചെന്നിട്ട് മണ്ണിൽ കോഴി കാല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാന്തി. എന്നിട്ടോ അതിന്റെ അടിയിൽ കൂടെ നടന്നു പോകുന്ന ഏര കോഴി കൊത്തി എടുത്തോടുത്തില്ലേ? എടുത്തോടുത്തില്ലേ? നിങ്ങൾ കോയിനും കണ്ടിട്ടില്ല ഇതുവരെ? അപ്പൊ ആ മണ്ണിന്റെ അടിയിലൂടെ പോകുന്നിടത്ത് ഇവിടെ എനിക്ക് പറ്റിയ ഭക്ഷണമുണ്ട് എന്ന് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ ആർക്ക് കാണാം? കോഴിക്ക് കാണാം. എങ്കിൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന് ഖബറിന്റെ ഉള്ളിലേക്ക് കാണാൻ പറ്റുമോ? പറ്റൂലേ? അതും പറ്റൂല എന്ന് പറയണമെങ്കിൽ മുജാഹിദോ ജമാഅത്തോ ആകാൻ നല്ലത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാം ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഖബറിന്റെ അടുത്തെത്തി. ഖബർ കണ്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി. ഒരൊറ്റ ബേജാറ്. ഖബറിലേക്കാണ് നോക്കുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒറ്റക്ക് അവിടെ കടന്നിട്ട് അദാബ് അനുഭവിക്കാൻ, ഖബറിൽ കടന്നിട്ട് ദുരിതം അനുഭവിക്കാൻ. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ, ഖബറിന്റെ സ്ഥിതിയെ പറ്റിയിട്ട് വല്ലാതെ 5 വഖത്ത് നിസ്കാരത്തിന്റെ അത്തഹിയാത്തിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ ഫിത്നതിഹി. ഖബറിന്റെ ശിക്ഷ വേറെ, ഖബറിന്റെ ഫിത്ന വേറെ. മിൻ അദാബിൽ ഖബ്രി വ മിൻ ഫിത്നതിഹി, ഖബറിന്റെ ഫിത്ന വേറെ, ഖബറിന്റെ ശിക്ഷ വേറെ. അത് പറയാപ്പ നേരല്ല. അപ്പൊ ഖബറിൽ കിടന്നിട്ട് ഒരാളെ ശിക്ഷ അനുഭവിക്കുക, ഇത് കണ്ടപ്പോൾ ഈസാ നബി തന്നെ വല്ലാതെ അങ്ങോട്ട് ബേജാറായി.
പടച്ചോനെ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതം. ഈസാ നബി അലൈഹിസ്സലാം മനസ്സ് ബേജാറായിട്ട് അത് കണ്ട് യാത്ര തുടർന്നു. മനസ്സിൽ ഇങ്ങനെ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ട രംഗം മനസ്സിൽ നിന്നിങ്ങനെ പോകാതെ ഉണ്ട്. പോയി കുറെ അങ്ങോട്ടെത്തി. ഈസാ നബി അലൈഹിസ്സലാം യാത്ര ഇങ്ങനെ തുടർന്ന് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഖബർ നിൽക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം നേരത്തെ കണ്ട ആ ഖബറിന്റെ അവസ്ഥ മനസ്സിലുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ആ ഖബറിന്റെ അടുക്കലേക്ക് ഒന്നുകൂടി പോയിട്ട് ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അത്ഭുതത്തിൽ അത്ഭുതം, അത്യത്ഭുതം. എന്താ സംഭവം? ഖബറിൽ കിടക്കുന്ന ആള് ഒരു വിരിപ്പൊക്കെ വിരിച്ചിട്ട് നല്ല റാഹത്തായിട്ട് സുഖമായിട്ട് പുഞ്ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. ആ രംഗം കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. പടച്ചോനെ, ഇത് ഞാൻ അങ്ങോട്ട് പോകുമ്പോ കണ്ട ഖബറിനെ അല്ലേ? ഖബർ മാറിയോ? സ്ഥലം മാറിയോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഉറപ്പ് വരുത്തി ഇത് നേരത്തെ കണ്ട ഖബർ തന്നെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ എന്തൊരു കാഴ്ചയാണ് ഈ കണ്ടത്? ഞാൻ എന്തൊരു കാഴ്ചയാണ് ഈ കണ്ടത്? അള്ളാഹുവേ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന കാഴ്ച വല്ലാത്ത ദുരിതമല്ലേ? അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഓ ഈസാ നബിയെ, നിങ്ങൾ ആ മനുഷ്യനെ കണ്ടതെന്താണെന്നറിയോ? അയാൾ നല്ല മനുഷ്യനാണ്, മുഅ്മിനായ ആളാണ്. പക്ഷേ ജീവിതത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട്. പല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച ആളാണ്. അയാൾക്ക് ചെയ്ത തെറ്റുകൾക്ക് തൗബ കിട്ടുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി. തൗബ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. നമ്മളൊക്കെ എപ്പോഴും ഓർക്കണം, അതാത് ദിവസത്തെ തെറ്റുകൾക്ക് അപ്പപ്പോൾ തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗബയുടെ മനസ്സ് തരട്ടെ.